സൗദിയിൽ കഴിഞ്ഞ വർഷത്തെ ശരാശരി വാർഷിക പണപ്പെരുപ്പത്തിൽ വർധനവ് 2024 ശരാശരി പണപ്പെരുപ്പ് നിരക്ക് 1.7% വരെ ഉയർന്നതായാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. കെട്ടിട വാടക, ഇന്ധനം, വെള്ളം, വൈദ്യുതി എന്നിവയുടെ വിലവർധനവ് പണപ്പെരുപ്പം ഉയരാൻ ഇടയാക്കി. സൗദിയിൽ വാർഷിക പണപ്പെരുപ്പ നിരക്ക് അഥവാ ഉപഭോക്തൃ വിലസൂചികയിൽ പോയ വർഷം വർധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 2024 23 അപേക്ഷിച്ച് പണപ്പെരുപ്പം 1.7% എത്തി. 2023 പൊതുവില സൂചികയുടെ വാർഷിക ശരാശരി 109.45 പോയിന്റായിരുന്നിടത്ത് 2024 ഇത് 111.30 പോയിന്റിലേക്ക് ഉയർന്നു. ഭവനം, വെള്ളം, വൈദ്യുതി, ഗ്യാസ്, മറ്റ് ഇന്ധനങ്ങൾ എന്നിവയുടെ വിലയിൽ 8.8% വർധനവാണ് ഇക്കാലയളവിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ ഭവന വാടകയിൽ 10.6% എന്ന ഉയർന്ന നിരക്കും ഇക്കാലയളവിൽ അനുഭവപ്പെട്ടു. ഇത് പൊതുശരാശരി ഉയരുന്നതിന് ഇടയാക്കിയതായി ഗസ്റ്റാറ്റിന്റെ അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നൌഷാദ് റിക്കൂർ, മീഡിയ വൺ, ദമ്മാം. സൗദിയിൽ രജിസ്റ്റർ ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധന 60% കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം അധിക രജിസ്ട്രേഷൻ. വാണിജ്യ മന്ത്രാലയത്തിൻ്റെതാണ് കണക്കുകൾ. കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് പുറത്തുവന്നത്. 2023 അപേക്ഷിച്ച് സൗദിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിലാണ് വർധന. 60% വർധനവാണ് രേഖപ്പെടുത്തിയത്. വാണിജ്യ മന്ത്രാലയത്തിൻ്റെതാണ് കണക്കുകൾ. കഴിഞ്ഞ വർഷം 5,21,969 രജിസ്ട്രേഷനുകളാണ് അനുവദിച്ചത്. 2023 ഇത് 3,68,038 ഹോൾസെയിൽ, റീറ്റെയിൽ വ്യാപാരം, കെട്ടിട നിർമ്മാണം, താമസ, ഭക്ഷണ സേവനങ്ങൾ, ഉൽപാദന വ്യവസായം എന്നീ മേഖലകളിലാണ് ഏറ്റവും അധികം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തത്. രജിസ്ട്രേഷൻ മേഖലയിലെ കുതിപ്പോടെ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയിലും വൻ മാറ്റങ്ങൾ ഉണ്ടാകും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ വൺ, റിയാദ്. കുവൈറ്റ് സർക്കാർ ഗതാഗത നിയമങ്ങളിൽ ഭേദഗതി വരുത്തി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. വാഹന ലൈസൻസുകൾ, അനുവദനീയമായ വാഹനങ്ങളുടെ എണ്ണം, ഗതാഗത ലംഘനങ്ങൾക്കെതിരെയുള്ള പിഴ എന്നിവയാണ് ഭേദഗതികൾ വരുത്തിയത്. ഔദ്യോഗിക ഗസറ്റ് പ്രസിദ്ധീകരിച്ച 3 മാസങ്ങൾക്ക് ശേഷം നിയമം പ്രാബല്യത്തിൽ വരും. പുതുക്കിയ ഭേദഗതി അനുസരിച്ച് വാഹനത്തിൽ അമിത ശബ്ദമുണ്ടാക്കൽ, വാഹനാപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടൽ, റോഡിൽ വാഹനം ഉപേക്ഷിക്കൽ എന്നിവ കുറ്റകരമായ പ്രവൃത്തികളായി കണക്കാക്കും. ലൈസൻസ് ലഭിച്ച ആദ്യ വർഷത്തിനുള്ളിൽ 2 നിയമലംഘനങ്ങൾ നടത്തിയാൽ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കും. സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചാൽ 3 മാസം വരെ തടവും 150 മുതൽ 300 ദിനാർ വരെ പിഴയും ചുമത്തും. വാഹനാപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നവർക്ക് 3 മാസം തടവും 150 ദിനാർ പിഴയും ലഭിക്കും. അശ്രദ്ധമായോ നിയന്ത്രണാതീതമായോ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയാൽ 1 വർഷത്തിൽ കൂടുതൽ തടവും 3000 ദിനാർ വരെ പിഴയും ചുമത്തും. ബ്രേക്കില്ലാതെ വാഹനം ഓടിക്കുന്നതിന് 2 മാസം തടവും 200 ദിനാർ വരെ പിഴയും ലഭിക്കും. നടപ്പാതയിൽ വാഹനമോടിച്ചാൽ 1 മാസം തടവും 100 ദിനാർ വരെ പിഴ ചുമത്തും. ആവശ്യമായ ലൈറ്റുകൾ ഓണാക്കാതെ വാഹനമോടിച്ചാൽ 45 മുതൽ 75 ദിനാർ വരെ പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. പോലീസ്, ആംബുലൻസുകൾ, ഫയർ ട്രക്കുകൾ, സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ, ഔദ്യോഗിക വാഹന വ്യൂഹങ്ങൾ എന്നിവയ്ക്ക് വഴിമാറാതിരിക്കുന്നതും പിന്തുടരുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പുതിയ ട്രാഫിക് നിയമങ്ങൾ രാജ്യത്തെ ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള പുതിയ അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 7 ഇന്ത്യൻ സ്കൂളുകളിലായി ആകെ 6504 സീറ്റുകളാണ് ഇത്തവണ ഉണ്ടാക്കുക. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത്. ഫെബ്രുവരി 20 രജിസ്ട്രേഷനുള്ള അവസാന തീയതി. ബാൽവദിക KG ക്ലാസുകളിലാണ് ഏറ്റവും അധികം സീറ്റുകളുള്ളത്. കൂടുതൽ സീറ്റുള്ള സ്കൂൾ മസ്കത്ത് ഇന്ത്യൻ സ്കൂളാണ്. രാവിലത്തെ ഷിഫ്റ്റിൽ 1080 പേർക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 400 വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ KG 2 മുതൽ 4ാം തരം വരെയുള്ള ക്ലാസ്സുകളിലാണ് അവസരമുള്ളത്. ഓരോ ക്ലാസ്സിലും 80 വീതം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകും. 398 വിദ്യാർത്ഥികൾക്ക് ദാർസെയ്ദ് ഇന്ത്യൻ സ്കൂളിൽ രാവിലത്തെ ഷിഫ്റ്റിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ 119 വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. 1ാം തരം മുതൽ 5ാം തരം വരെയുള്ള ക്ലാസ്സുകളിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ അവസരമുള്ളത്. വാദി കബീർ 1205, വാദി കബീർ ഇന്റർനാഷണൽ 811, ബൗഷർ 815, മബേല 580, ഗുബ്ര 426, സീബ് 497, ഗുബ്ര ഇന്റർനാഷണൽ 173 എന്നിങ്ങനെയാണ് തലസ്ഥാനത്തെ മറ്റ് ഇന്ത്യൻ സ്കൂളുകളുടെ സീറ്റുകളുടെ എണ്ണം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ 1000-ൽ പരം സീറ്റുകളുടെ വർധനവുണ്ട്. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ അഡ്മിഷൻ.
രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഫെബ്രുവരി 20 മീഡിയ 1 മസ്കത്ത്. ഒമാനിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ ഏഷ്യൻ പൗരൻ അറസ്റ്റിൽ. ഇരകളുടെ ഫോണുകളിലേക്ക് SMS വഴി ലിങ്കുകൾ അയച്ചായിരുന്നു തട്ടിപ്പ്. പ്രതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള കോളുകളും സന്ദേശങ്ങളും അവഗണിക്കണമെന്നും OTP പങ്കിടുന്നത് ഒഴിവാക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ഓർമ്മിപ്പിച്ചു. കുവൈറ്റിലെ മൃഗശാല നവീകരിക്കുന്നു. മൃഗശാലയെ നവീകരിക്കാനുള്ള പദ്ധതികൾ പബ്ലിക് അതോറിറ്റി ഫോർ അഗ്രികൾച്ചർ ഡയറക്ടർ നാസർ തഖി പ്രഖ്യാപിച്ചു. മൃഗശാലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും മൃഗങ്ങളെ വൈദ്യുതിവൽക്കരിക്കാനുമുള്ള പഠനങ്ങൾ നടത്താനാണ് പദ്ധതി. 7 വർഷമായി പൂട്ടിക്കിടക്കുന്ന മൃഗശാല ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഫർഫാനിയ ഗവർണർ ഷെയ്ഖ് അത്ബി നാസർ അൽ അദ്കിബിയും നാസർ തഖിയും മൃഗശാലയിൽ സന്ദർശനം നടത്തി. മസ്കറ്റ് KMCC ഖത്താറ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 6 അൽ അറബ് സ്റ്റേഡിയത്തിൽ നടക്കും. ഒമാനിലെ പ്രമുഖരായ 16 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ടൂർണമെന്റിനുള്ള ജേഴ്സി ഒമാൻ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ ഫായിസ് പ്രകാശനം ചെയ്തു. ഷാനവാസ് മൂവാറ്റുപുഴ, അഷറഫ് അൻസൽ പുതുക്കാടൻ എന്നിവർ സംസാരിച്ചു. വീണ്ടും വാർത്തകളിലേക്ക് പോകുമ്പോൾ കുവൈത്തിലെ വഫ്രയിൽ വാഹനാപകടത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. മൃതദേഹം കുവൈറ്റ് എയർവേസ് വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് YCC കെയർ ടീം അറിയിച്ചു. കോവളം MLA വിൻസെന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് YCC കെയർ ടീം നടപടികൾ പൂർത്തിയാക്കിയത്. കുവൈത്തിലെ അഹമ്മദിയയിലെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളി ഫാർവസ്റ്റ് ഫെസ്റ്റ് ആഘോഷം സംഘടിപ്പിച്ചു. മൈതാൻ ഹവലിയയിലെ അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാന്തോം ഫെസ്റ്റിവലിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇന്ത്യൻ എംബസി സെക്രട്ടറി ഹരിത് കേതൻ ഷെയ്ലാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭ സുൽത്താൻ ബത്തേരി മദ്രാസിബൻ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലീത്ത മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന വിവിധ കലാപരിപാടികളും സംഗീത വിരുന്നും ശ്രദ്ധേയമായി. പ്രവാസി ലീഗൽ സെന്റർ കുവൈത്ത് ചാപ്റ്റർ 5ാമത് വാർഷികം ആഘോഷിക്കുന്നു. പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ ലോക കേരള സഭാംഗം ബാബു വർഗീസ്, ബിജു സ്റ്റീഫൻ, ഷൈജത്ത് എന്നിവർ പങ്കെടുത്തു. 5ാം വാർഷിക പരിപാടികൾ കുവൈറ്റ് സിറ്റിയിലെ കോസ്റ്റ ഡെൽ സോൾ ഹോട്ടലിൽ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിനിമയ നിരക്കുകൾ. സൗദി റിയാൽ 22 രൂപ 99 പൈസ, UAE ദിർഹം 23 രൂപ 56 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 63 പൈസ, ഒമാൻ റിയാൽ 224 രൂപ 9 പൈസ, കുവൈറ്റ് ദിനാർ 278 രൂപ 81 പൈസ, ബഹ്റൈൻ ദിനാർ 228 രൂപ 79 പൈസ. കാലാവസ്ഥ റിപ്പോർട്ട്. ദുബായ് കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 6 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. മനാമ കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ്.